ഞാൻ ഈ നിന്ന് തിരിയണത് എന്താണെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. പക്ഷേ പെണ്ണ് സമ്മതിക്കില്ല. പെണ്ണ് ഞാൻ ഫോൺ എടുത്താൽ അപ്പോൾ ഓടി വരും കേട്ടോ, ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരും അഭിപ്രായം പറയണേ. പിന്നെ ഞങ്ങൾ ഇന്നിപ്പോൾ ലീവായതുകൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇപ്പോൾ എവിടെ പോകാൻ വേണ്ടി ഇറങ്ങിയാലും ലാസ്റ്റ് ഞങ്ങൾ എത്തിച്ചേരുന്നത് നമ്മുടെ സ്വർഗം ഫിഷ് ലാൻഡിലേക്കാണ്. അപ്പോൾ അവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. കുറച്ച് മീനിനെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇതാണ് ഞങ്ങൾ പിടിച്ച മീൻ. അവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴും. ഞാനും ഒരെണ്ണത്തിന് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ഇതേപോലെ മീൻ പിടിക്കാൻ ഇറങ്ങാറുണ്ട്. കൂടുതലും മീൻ കിട്ടുന്ന ആളാൻക്കാക്കയാണ് കേട്ടോ. എനിക്ക് ഒന്നോ രണ്ടോ എണ്ണത്തിന് കിട്ടി അങ്ങനെയാണ്. പക്ഷേ അൻക്കാക്ക അങ്ങനെയല്ല. മീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചൂണ്ട ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മീനിനെ കിട്ടും. അങ്ങനെയാണ് അൻക്കാക്കക്ക്. അപ്പോൾ അതാ മക്കളെല്ലാവരും അവിടെ കളിയിലാണ് കേട്ടോ. അവിടുത്തെ സ്ലൈഡറിലൊക്കെ കളിക്കുകയാണ്. ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ ആ ഫീഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല, അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കിളികളൊക്കെ ഫീഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മീനിനെ ഫീഡ് ചെയ്തു. പാമ്പിനെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ പാമ്പിനെ ജസ്റ്റ് ഒന്ന് തൊട്ടു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഞാൻ ചെറിയ രീതിയിലൊക്കെ ആദ്യം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു കേട്ടോ. പിന്നെ അതിനോടുള്ള ടച്ചൊക്കെ വിട്ടപ്പോൾ പിന്നെ സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ദാ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ബത്തേരിയുള്ള മന്തിക്കട ഉണ്ടല്ലോ, അവിടെയാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് ഇതാ ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മന്തിയും നല്ല എരിവുള്ള അൽഫാമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുൽപ്പള്ളിയിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ കുറേ കാണാനുണ്ട്, ഫോറസ്റ്റ് കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ് കേട്ടോ ആൾ. ഇതേപോലെ തന്നെയാണ്, വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ പോവും, എവിടെ എത്തൂല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുൽപ്പള്ളി കൂടെ കുറേ നേരം ചുറ്റിയതിന് ശേഷം പിന്നെ ഞങ്ങൾ പൂതാടി പോയി. പൂതാടി ഏതോ താറാവ് കൃഷിയുണ്ട്, അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. അങ്ങനെ ഞങ്ങൾ പൂതാടി പോയിട്ട് ആ റോഡ് തന്നെ പിന്നെയും ഒരു 3-4 പ്രാവശ്യമെങ്കിലും ആ റോഡ് തന്നെ ഞങ്ങൾ ചുറ്റിയിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ കുറേ ദൂരം പോയി. ഇതുണ്ടോ, പൂതാടി പാടത്താണ് ഉള്ളത്. അവർ താറാവുകൾ ഇറങ്ങിയിട്ടുണ്ടാവും ഈ സമയത്താണ്. പക്ഷേ അതുണ്ടായിരുന്നു എന്നാണ് ആദ്യം പറയുന്നത്. ഇപ്പം അത് എടുത്തു പോയിട്ടുണ്ട് എന്ന് അവിടെ ഒരു ആൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ കുറേ ചുറ്റി അതിനെ കാണാൻ വേണ്ടിയിട്ട്, പക്ഷെ നടന്നില്ല. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അവിടെ നിന്ന് അടുത്താണ് നമ്മളെ ഫാമിലോട്ട് പോകാനുള്ള വഴി കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളെ ഫാമിലോട്ട് പോയി. ചായക്ക് കടിയൊക്കെ വാങ്ങി ഞങ്ങൾ കുറച്ച് നേരം അവിടെയും കൂടെ നിന്ന് പിന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അന്ന് അവിടെ വെച്ച് പിരിഞ്ഞ് ഞങ്ങളെ നിർത്തി. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ.